നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ദശമഹാവിദ്യയിലെ 4ാമത്തെ ഭാവമായ ഭുവനേശ്വരി ദേവിയെക്കുറിച്ചാണ്. ഭുവനേശ്വരി ദേവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരള സമ്പ്രദായത്തിൽ കാളിയും ഭുവനേശ്വരി ദേവിക്കും വളരെ പ്രസക്തമുള്ള ദേവതകളായിരുന്നു. പ്രജാക്ഷേമമാണ് ദേവിയുടെ അധികാരത്തിൽ വരുന്നത്. പ്രകൃതിയിലെ പ്രഭാസങ്ങളെ നിയന്ത്രിക്കുന്നത് ഭുവനേശ്വരിയാണെന്നും ഭുവനേശ്വരിയെ പരദേവതയായിട്ട് പല കുടുംബങ്ങളിലും ആരാധിച്ചിരുന്നു. അതായത് ഭുവനങ്ങളുടെ ഈശ്വരി എന്നാണ് അർത്ഥം. എല്ലാ ഭുവനങ്ങളുടെ ഈശ്വരിയായിട്ടാണ് ദേവിയെ കാണുന്നത്. ഇപ്പോൾ തോട്ടിയും പാശവും ചന്ദ്രക്കലയും ഒക്കെ ധരിച്ച് ഉദയസൂര്യൻ്റെ ശോഭയോടിരിക്കുന്ന ദേവി പല കുടുംബങ്ങളിലും വെച്ചാരാധിച്ചിരുന്ന ശക്തിയായ ഒരു മൂർത്തിയായിരുന്നു. കേരളത്തിലെ ശാക്തേയ ഹൈന്ദവരുടെ കുലദൈവം കൂടിയായിരുന്നു ഭുവനേശ്വരി. ഇപ്പോൾ മലയാളികളുടെ വീടുകളിൽ ഭദ്രകാളിയെപ്പോലെ തന്നെ ആരാധിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ദേവതയായിരുന്നു ഒരു കാലത്ത് ഭുവനേശ്വരി. പലപ്പോഴും മത്സ്യമാംസാദികളോടുകൂടി പഞ്ചമകാര നിവേദികളും വെച്ച് കൗളമാർഗത്തിൽ പ്രത്യേക പൂജകളും കേരളത്തിലെ ഭുവനേശ്വരിക്ക് ആണ്ടിലൊരിക്കൽ കൊടുത്തിരുന്നു. അതുമാത്രമല്ല, സ്വാത്വികമായും വെച്ച് മച്ചകത്തൊക്കെ വെച്ച് മച്ചകത്തമ്മ, മച്ചിലമ്മ എന്നൊക്കെ പറഞ്ഞ് പഴയ നായർ തറവാടുകളിലും ഒക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ദേവതയെ വെച്ചിട്ട്, അതായത് വീടിന് പുറത്ത് വെക്കാതെ മച്ചിന് മുകളിലായി വെച്ച് അവിടെ കാരണവന്മാർ ആരാധിച്ചിരുന്നു. അതായത് ദേവത ആ വീട്ടിലെ ഒരു വ്യക്തിയെപ്പോലെ തന്നെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട ധനവും കാര്യസാധ്യവും വിജയവും എല്ലാം കൊടുത്തിരുന്നെന്നാണ് പറയുന്നത്. ഇന്നാണെങ്കിൽ ഭുവനേശ്വരി സങ്കല്പം പല തറവാടുകൾ നശിച്ചതിന് ശേഷം ഇല്ലാതെ പ്രശ്നത്തിലൂടെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് വീണ്ടും അതെങ്ങനെ ആരാധിക്കണമെന്ന് പോലും അറിയാതെ ഒത്തിരി ആളുകൾ പരദേവതയെ നോക്കി നടക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ ഭുവനേശ്വരി ദേവി ആയിരുന്നു ഒരു കാലത്തെ എല്ലാത്തിൻ്റെയും സങ്കല്പം. ഇപ്പോൾ ഈ ഭുവനേശ്വരനായ ശിവന്റെ ശക്തിയാണ് ഭുവനേശ്വരി എന്ന് പറയുന്നുണ്ട്. അതുപോലെ വിദ്യാസ്വരൂപിണിയും ശക്തിസ്വരൂപിണിയും ആയതുകൊണ്ട് നവരാത്രിയിലൊക്കെ പ്രത്യേകമായി പൂജിക്കപ്പെടുന്നുണ്ട് ദേവിയെ. കാലത്തിൻ്റെ നിർമ്മാതാവ് കാളിയാണെങ്കിൽ ദേശത്തിൻ്റെ അധിപ ഭുവനേശ്വരിയാണെന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മച്ചിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ശാക്തേയ പീഠമോ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമോ അല്ലെങ്കിൽ ചെറുതായ ഒരു യന്ത്രമൊക്കെ വരച്ചായിരുന്നു ഭുവനേശ്വരി ദേവതയെ ആരാധിക്കുന്നത്. എല്ലായിടത്തും വിഗ്രഹം ഉണ്ടെന്നില്ല. ഇതുപോലെ ഒരു യന്ത്രത്തിൻ്റെ ഒരു ഗ്രന്ഥം വെച്ചിട്ടൊക്കെ ആയിരിക്കും ദേവിയെ ആരാധിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും പ്രതാപത്തിനും അനർത്ഥങ്ങൾ ഒഴിവാക്കാനും മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കാനും ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ ദേവതയെ വെച്ച് ആരാധിച്ചിരുന്നത്. അതുപോലെ ലളിതാ സഹസ്രനാമത്തിലെയൊക്കെ ആദ്യത്തെ ഈ മന്ത്രമായ ശ്രീമാത്ര എന്നുള്ളതും അതുപോലെ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ധ്യാനം തന്നെ ഭുവനേശ്വരിക്കുണ്ട്. അപ്പോൾ ആദ്യത്തെ പറയുന്നത് ഭുവനേശ്വരിയെ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഭുവനേശ്വരി ദേവിയുടെ ഗായത്രി മന്ത്രം വളരെ ശ്രേഷ്ഠമാണ്, എല്ലാവർക്കും നിത്യം ജപിക്കാവുന്നതുമാണ്. അതുപോലെ പരദേവതയായി പണ്ട് ആരാധിച്ചിരുന്ന അവർക്കൊക്കെ നിത്യം ജപിച്ച് ദേവിയോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് സുഭഗായേ വിദ്മഹേ കാമദായിന്യൈ ച ധീമഹി തന്നോ ഭുവനേശ്വരി പ്രചോദയാത്. അങ്ങനെയാണ് മന്ത്രം. ഇനി പറയാൻ പോകുന്നത് ഋഷിയും ഛന്ദസ്സും ദേവതയുമാണ്. ശക്തി ഋഷി ഗായത്രി ഛന്ദ ഭുവനേശ്വരി ദേവത. ധ്യാനം. വരാങ്കുശൗ പാശമഭീതിമുദ്രാം കരൈർവഹന്തിം കമലാസനസ്ഥാം ബാലാർക്കകോടിപ്രതിമാം ത്രിനേത്രാം ഭജേയമാധ്യാം ഭുവനേശ്വരീം താം. ഇങ്ങനെയാണ്. അതായത് വരദമുദ്രയും അങ്കുശവും പാശവും കൈകളിൽ ധരിച്ചവളും അതുപോലെ കമലത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നവളും കോടിക്കണക്കിന് ഉദയസൂര്യന്മാരുടെ തേജസ് പോലെ പ്രകാശമുള്ളവളും 3 കണ്ണുകളുള്ളവളും ആദിയായ ഭുവനേശ്വരി ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. ഇനി 2 മൂലമന്ത്രങ്ങളാണ്. ഒരു മന്ത്രാന്തരം കൂടെ പറയുന്നുണ്ട്. ആദ്യത്തെ മന്ത്രം ഓം ഹ്രീം നമ എന്നാണ്. രണ്ടാമത്തെ മന്ത്രം ഓം ആം ഹ്രീം ക്രോം ഭുവനേശ്വരിയൈ നമ. രണ്ടും ഈ ഋഷിയും ഛന്ദസ്സും തന്നെയാണ്. അപ്പോൾ ഈ മന്ത്രം എങ്ങനെയാണ് സിദ്ധി വരുത്തുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് നിത്യം ജപിക്കാനൊക്കെ ഗുരുപദേശം വേണ്ട മന്ത്രമാണ്. ഭുവനേശ്വരി ദേവിയുടെ മന്ത്രം ജപിച്ച് പിഴവൊക്കെ സംഭവിച്ചാൽ അത് പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് പല ഗ്രന്ഥങ്ങളിലും. അത് ഇനിയും അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ 108 തവണ ഓം ജപിച്ച് മാപ്പപേക്ഷിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഇനിയും സിദ്ധി. ജപേത് മന്ത്രം 5 ലക്ഷം സംഖ്യ ദതിമധുഖൈതർ ഹോമം തിലൈ പായസീ ചാചരേത് ഏവം സിദ്ധിർഭവേത് മന്ത്ര സർവലോകവശങ്കരം ഭാനുതുല്യം തേജോലഭേത് സാധകാം സുദൃഢവ്രത. അതായത് വ്രതത്തോടും ധ്യാനത്തോടും കൂടി മന്ത്രം 25 ലക്ഷം ഉരു ജപിച്ച് തൈരും തേനും നെയ്യും ചേർത്ത് മുക്കി 4 ചമത
2,50,000 ഒരു ഹോമിക്കുകയും ചെയ്താൽ അത്ര തന്നെ പാലും കൂട്ടിക്കുഴച്ച് എള്ളും ഹോമിച്ച് പൂജിച്ചാൽ മന്ത്രസിദ്ധി വരും എന്നാണ് പറയുന്നത്. അതുപോലെ സർവ്വലോകവശ്യവും സൂര്യനെപ്പോലെ തേജസ്സുള്ളവനുമായി മാറും എന്നാണ്. ക്രമേണ ഇങ്ങനെ ഇത്രയും ഹോമങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സിദ്ധി വരുമെന്നാണ് പറയുന്നത്. പിന്നീട് കർപ്പൂരാങ്കുര കുങ്കുമം സമഭാഗം സുദോഷിതം പാനീയേന സമായുക്തം മന്ത്രോണാഭിമന്ത്രിച്ച തിലകം ധരയേത് വിദ്വാൻ സർവലോകവശങ്കരം രാജ്യാതം രാജവശ്യം ച സർവാകാമ ഫലപ്രദം. വശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. കർപ്പൂരം, അകില്, കുങ്കുമം ഒക്കെ പനിനീരിൽ അരച്ച് ഈ മന്ത്രം ജപിച്ച് തിലകം, അതായത് കുറി തൊടുക. ലോകവശ്യവും രാജ്യവശ്യവും അതുപോലെ ചക്രവർത്തി വശ്യം, അതായത് സർവജന വശ്യവും സംഭവിക്കുമെന്നാണ് പറയുന്നത്. നെല്ലരച്ച് ത്രിമുദരം കൂട്ടിക്കുഴച്ച് സാദിൻ്റെ പ്രതിമയുണ്ടാക്കി അതിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് പൂജിച്ചാൽ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ വശമായി തീരുമെന്ന് പറയുന്നു. ഇതൊക്കെ വശ്യമാണ്. കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വെള്ളത്തിൽ പ്രതിബിംബിച്ച് സൂര്യനെ ദേവിയിൽ സങ്കല്പിച്ച് തന്നെ നോക്കിക്കൊണ്ട് 3000 ഉരു ജപിക്കുക. സൂര്യനെ നോക്കി അങ്ങനെ ജപിക്കുക. എന്നാൽ അഭീഷ്ട കന്യാലാഭം ഉണ്ടാകും, അതായത് നല്ലൊരു വിവാഹം ലഭിക്കുമെന്ന്. ഈ മന്ത്രം 25 ഉരു തൊട്ട് ജപിച്ച് അന്നം ഭക്ഷണം നിത്യം കഴിക്കുക. എന്നാൽ സ്ത്രീയും പ്രസിദ്ധിയും ഉണ്ടാകും, അതായത് ധനം ഉണ്ടാകും. അതുപോലെ അന്നങ്ങൾക്ക് അത് ആഹാരത്തിനോ ഒന്നും ഒരു കുറവും ഉണ്ടാവില്ലെന്ന്. ഹവിസ് നെയ്യും ചേർത്ത് 10,000 ഉരു ഹോമിച്ചാൽ ഇഷ്ടഭൂമി സിദ്ധിക്കും. സുഗന്ധപുഷ്പങ്ങൾ ഹോമിച്ചാൽ ഇഷ്ടധനം ലഭിക്കും. അത് അങ്ങനെയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹ്രീം നമ എന്ന ഭുവനേശ്വരി മന്ത്രം ഗുരുപദേശം നേടി മാത്രമേ ജപിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളുണ്ടായെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ സൂചന കണ്ടാൽ പ്രായച്ചിത്തമായി 108 തവണ ഓം ജപിക്കണം. തുടർന്ന് ഭുവനേശ്വരി മന്ത്രം ജപിക്കുന്നത് നിർത്തണം എന്നാണ് വിധി പറഞ്ഞിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ അടുത്ത ദശാമഹാവിദ്യയായ ത്രിപുര ഭൈരവി പറയുന്നതാണ്. നമസ്കാരം.